ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോഓപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS ആക്ട് റൂൾസിലെ സെക്ഷൻ 11 ചേഞ്ച് ലയബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു സംഘത്തിന് അതിന്റെ ബാധ്യത മാറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ പറഞ്ഞു, സാറേ ഓരോ ദിവസം ഓരോ സെക്ഷൻ വെച്ച് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ സെക്ഷൻ റൂളും ഒക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നത്, ആക്ട് റൂൾസിന്റെ ക്ലാസ് തൽക്കാലം എടുത്ത് ഏകദേശം ഒരു പകുതിയായിട്ട് ശേഷം നമ്മൾ ബാക്കി ക്ലാസ്സസ് എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 90% കുട്ടികൾ നമ്മൾ പറയുന്നത് ആക്ട് റൂൾസ് ആണ് പാടെന്നാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല. അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ സബ്ജക്ട് ആക്ട് റൂൾസ് ആണ്. ഓക്കെ, നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, സെക്ഷൻ 10 പഠിച്ചിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ചേഞ്ച് ഓഫ് നെയിം, അല്ലെ? ഒരു സംഘത്തിന് അതിന്റെ പേര് മാറ്റാം, അതുപോലെ തന്നെ സംഘത്തിന് അതിന്റെ ബാധ്യതയും മാറ്റാം, അല്ലെ? സംഘത്തിന് അതിന്റെ ബാധ്യതയും മാറ്റാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു സംഘത്തിന് അതിന്റെ ബാധ്യത എന്താണ്? ലിമിറ്റഡിലേക്ക് മാറ്റാം. എന്താണ് ഞാൻ പറഞ്ഞത്? അൺലിമിറ്റഡിൽ നിന്നും അല്ലെങ്കിൽ ക്ലിപ്തരഹിത ബാധ്യതയിൽ നിന്നും ക്ലിപ്ത ബാധ്യത അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റിക്ക് മാറ്റാം. അല്ലാതെ ഒരു കാരണവശാലും നിലവില് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന് അതിന്റെ ബാധ്യത അൺലിമിറ്റഡിലേക്ക് മാറ്റാൻ പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞത്? അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള ബാധ്യതയിലുള്ള അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘത്തിന് ലിമിറ്റഡിലേക്ക് മാറാം. പക്ഷെ ഒരു കാരണവശാലും ലിമിറ്റഡിൽ നിന്ന് അൺലിമിറ്റഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, KCS ആക്ടിന്റെ അണ്ടറിൽ ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങൾ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. നോക്കാം കേട്ടോ, സിമ്പിൾ ആയിട്ട് നോക്കാം. പറയുന്നുണ്ട്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾ, അല്ലെ? അതായത് ഈ നിയമത്തിനും ചട്ടത്തിലെയും വ്യവസ്ഥകൾക്ക് ആധാരമാക്കിക്കൊണ്ട് എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻഡ്മെന്റ് ഓഫ് ഇറ്റ്സ് ബൈലോ ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെൻഡ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ എന്താണ് പറയുന്നത്? ഒരു സംഘത്തിന് അതിന്റെ ബൈലോ, ഇപ്പൊ ആക്ടിലും റൂളിലും പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഓർക്കണം കേട്ടോ. ഓക്കെ, നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമായിക്കൊണ്ട് എന്ത് ചെയ്യാം? ഒരു സംഘത്തിന് അതിന്റെ ബൈലോ, അതിന്റെ നിബന്ധന, ഉപനിബന്ധന എന്ന് നിയമാവലി എന്നൊക്കെ പറയും, അല്ലെ? ആ ബൈലോ അമെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. അതിന്റെ ഘടനയിലോ അല്ലെങ്കിൽ വ്യാപ്തിയിലോ ചേഞ്ച് ചെയ്യാൻ, മാറ്റം വരുത്താവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ എങ്ങനെ മാത്രമേ നമുക്ക് ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? പറയുന്നുണ്ട്, അതിന്റെ ബൈലോ അമെന്റ് ചെയ്തുകൊണ്ട്, അല്ലെ? നിയമാവലി അമെന്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? സംഘത്തിന്റെ ബാധ്യത മാറ്റാൻ പറ്റുകയുള്ളൂ. ഓർത്ത് വെക്കുക, അൺലിമിറ്റഡിൽ നിന്നും ലിമിറ്റഡിലേക്ക് മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ. ലിമിറ്റഡിൽ നിന്നും അൺലിമിറ്റഡിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നിലവിൽ ഇപ്പൊ കേരളത്തിലെ എല്ലാ സംഘങ്ങളും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നിലവിലെ കേരളത്തിലെ എല്ലാ സംഘങ്ങളും ലിമിറ്റഡ് ആണ് കേട്ടോ. നിലവിൽ കേരളത്തിലെ എല്ലാ സംഘങ്ങളും ലിമിറ്റഡ് ലയബിലിറ്റികളാണ്. പണ്ട് ഞാൻ കോട്ടയംകാരനാണ്. പണ്ട് ഞങ്ങളുടെ കോട്ടയത്തൊരു വായനുണ്ടായിരുന്നു, നാട്ടകം. അത് ഇപ്പോൾ ലിമിറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചത്. നേരത്തെ അൺലിമിറ്റഡ് ആയിരുന്നു, ഇപ്പോൾ അതും ലിമിറ്റഡ് ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ മാത്രമാണ് ഒരു ബൈലോ അമെന്റ് ചെയ്തു, സംഘത്തിന്റെ ബൈലോ ഭേദഗതി ബൈലോ ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബാധ്യത മാറ്റാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം. വെൻ എ സൊസൈറ്റി ഹാസ് പാസ്ഡ് എ റെസല്യൂഷൻ ടു ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെൻഡ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി. അപ്പൊ സംഘം എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഒരു റെസല്യൂഷൻ പാസ്സാക്കുകയാണ്. അതായത് സംഘത്തിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയിൽ കൊണ്ടുവരുന്ന വ്യത്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഒരു റെസല്യൂഷൻ പാസ്സാക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലേ? എന്താണ് റെസല്യൂഷൻ? പ്രമേയം. ഓർത്തു നോക്കുക. അങ്ങനെ പറയുന്നുണ്ട്, വെൻ എ സൊസൈറ്റി ഹാസ് പാസ്ഡ് എ റെസല്യൂഷൻ ടു ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെൻഡ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി. ഒരു സംഘം അതിന്റെ ബാധ്യതയുടെ ഘടനയോ വ്യാപ്തിയോ മാറ്റുമ്പോൾ എന്ത് ചെയ്തിരിക്കണം എന്ന് പറയുക. അങ്ങനെ റെസല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ it shall give notice thereof in writing to all its members and creditors and ഓക്കെ. അപ്പൊ ഇവിടെ ഈ കാര്യം മനസ്സിലാക്കുക. അപ്പൊ സംഘത്തിന്റെ ബാധ്യത മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളൊരു നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ പ്രമേയം പാസ്സാക്കണം, അല്ലേ? എന്താ പറയുക, ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കണം. സംഘത്തിന്റെ ബാധ്യത മാറ്റാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണമെന്ന് പറയാം? ഇറ്റ് ഷാൾ ഗീവ് നോട്ടീസ് ദെയർ ഓഫ് ഇൻ റൈറ്റിംഗ്, അല്ലെ? ഒരു നോട്ടീസ് ആർക്കൊക്കെ? സംഘത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലെ? എന്താണ് ക്രെഡിറ്റേഴ്സിന്റെ മലയാളം? ഉത്തമർണൻ. എന്താണ് ക്രെഡിറ്ററിന്റെ മലയാളം? എന്താണ്? ഉത്തമർണൻ എന്ന് പറയും. പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉത്തമർണൻ. ഇനി ഡെപ്റ്റർ ആണെങ്കിൽ അധമർണൻ, അല്ലെ? നല്ല രസമുള്ള പേര്.
പറയാണ് സംഘത്തിന്റെ ബാധ്യത മാറ്റാൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും സംഘത്തിനെ സംബന്ധിച്ച് സംഘത്തിന്റെ ക്രെഡിറ്റേഴ്സ് ആരാണ് സംഘത്തിന്റെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സംഘത്തിന്റെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സംഘത്തിലെ ഡെപ്പോസിറ്റേഴ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, സംഘത്തിനെ സംബന്ധിച്ച് സംഘത്തിന്റെ ക്രെഡിറ്റർ അല്ലെ, സംഘം ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത്? സംഘത്തിന്റെ നിക്ഷേപകരല്ലേ ഇവർക്ക്. പറയുന്നത് സംഘത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ നിക്ഷേപകർക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു നോട്ടീസ് എഴുതി അയക്കണം. എഴുതി തന്നെ ഇൻ റൈറ്റിംഗ് രേഖാമൂലം അല്ലെ എഴുതി അയക്കണം. ആൻഡ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 24 അല്ലെ, സെക്ഷൻ 24 എന്ത് തന്നെ പറഞ്ഞാലും, ഇപ്പൊ സെക്ഷൻ 24 എന്താണെന്ന് പറയാം കേട്ടോ. പറയണം സെക്ഷൻ 24 എന്ത് തന്നെ പറഞ്ഞാലും എന്താ പറയുക, ഓർ എനി ബൈലോ ഓർ കോൺട്രാക്ട് ചെയ്ത കോൺട്രാരി, അതായത് സെക്ഷൻ 24 നമ്മുടെ ബൈലോയിലൊക്കെ എന്ത് തന്നെ പറയുന്നുണ്ട്, എനി മെമ്പർ ഓർ ക്രെഡിറ്റർ ഷാൾ ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദ നോട്ടീസ് അപ്പോൺ ഹിം ഹാവ് ദ ഓപ്ഷൻ ഓഫ് വിഡ്രോയിങ് ഹിസ് ഷെയർ, ഡെപ്പോസിറ്റ് ഓർ ലോൺ ആസ് ദ കേസ് മേ ബി. അപ്പം ഒരു നോട്ടീസ് അയക്കണം, ഒരു റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ സംഘത്തിന്റെ എല്ലാ നിക്ഷേപകർക്കും സംഘത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് അയക്കണം. ഇന്ന പോലെ എന്താണ് സംഘത്തിന്റെ ബാധ്യത ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നു. അപ്പൊ നോട്ടീസ് അയച്ചു സെക്ഷൻ 24 അവിടെ കിടക്കണം, ഞാൻ പറയാവേ, അതവിടെ കിടന്നോട്ടെ, നമുക്ക് അതിലേക്ക് നോക്കണം. അപ്പൊ അങ്ങനെ ഒരു നോട്ടീസ് സംഘത്തിന്റെ മെമ്പേഴ്സിനും അതുപോലെ സംഘത്തിന്റെ നിക്ഷേപകർക്കും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട് പറയുന്നുണ്ട്. നോട്ടീസ് കിട്ടി 2 മാസത്തിനകമായിട്ട് നോട്ടീസ് കിട്ടി, വിതിൻ 2 months ഓർക്കണം കേട്ടോ. നോട്ടീസ് കിട്ടി 2 മാസത്തിനകമായിട്ട് വേണമെങ്കിൽ അവരുടെ ആ നിക്ഷേപവും അവരുടെ ഷെയറുകളും ഇനി അവരുടെ ലോൺസ് ഉണ്ട്, ലോൺസ് ഒക്കെ പിൻവലിക്കാനുള്ള ഒരു അവസരമുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോടെ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മൾ പറഞ്ഞത്? പറയുന്നുണ്ട് നോട്ടീസ് അല്ലെ, അത് നോട്ടീസ് കിട്ടി 2 മാസം 2 months ഉണ്ട്. ഈ 2 മാസത്തിനകമായിട്ട് വേണമെങ്കിൽ അവർക്ക് താല്പര്യമില്ല, അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യണം, നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അവരുടെ നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ എന്താണ് അവരുടെ ലോണുകൾ അതുപോലെ തന്നെ അവരുടെ ഷെയറുകൾ ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട്. 2 മാസം സമയമുള്ളൂ, നോട്ടീസ് കിട്ടി 2 മാസത്തിനകമായിട്ട് ഇതവർ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ സെക്ഷൻ 24 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെക്ഷൻ 24 നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ള കാര്യം വിഡ്രോവൽ ഓഫ് ഷെയർസ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് സാധാരണ ഇപ്പൊ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവന് എപ്പോൾ മാത്രമേ ഷെയർ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ? സാധാരണഗതി പറയുന്നുണ്ട് മിനിമം 3 വർഷമെങ്കിലും അവൻ കൈവശം വെച്ചിരിക്കണം അല്ലെ. മിനിമം 3 വർഷത്തിൽ കുറയാതെ. ഞാൻ ഇന്നൊരു സംഘത്തിൽ പോയി ഒരു ഷെയർ എടുത്തെങ്കിൽ ഈ ഷെയർ എനിക്ക് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ 3 വർഷമെങ്കിലും ഞാൻ കൈവശം വെക്കണം. അല്ലാതെ ഇന്ന് ഷെയർ എടുത്തിട്ട് നാളെ പോയിട്ട് എന്റെ ഷെയറിന്റെ പൈസ തിരിച്ചു തരാൻ സംഘത്തിൽ പറഞ്ഞാൽ തരത്തില്ല. കാരണം വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷമെങ്കിലും നമ്മൾ ഷെയർ കൈവശം വെച്ചിരിക്കണം. അല്ലാതെ ഇന്ന് ഷെയർ എടുത്ത് നാളെയോ മറ്റന്നാളോ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ പറ്റത്തില്ല. അവർ പറയും നടക്കത്തില്ല സാറേ, 3 വർഷം കഴിയണം, നിയമമാണ്. അപ്പം ആ എന്താ പറയുക ക്ലോസ് ഇവിടെ ബാധകമല്ല. എവിടെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ. അതായത് ഞാനിപ്പോൾ സംഘത്തിൽ ഇപ്പോൾ ഇന്നൊരു ഷെയർ എടുത്ത് വെച്ചു. ഓക്കെ, ഇപ്പം അൺലിമിറ്റഡ് സംഘമാണ്. ഞാൻ അവിടെ പോയിട്ട് ഇന്നൊരു ഷെയർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും സംഘത്തിന്റെ ബാധ്യത മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, ഒരു റെസൊല്യൂഷൻ പാസ്സായി. അപ്പൊ എനിക്ക് നോട്ടീസ് കിട്ടി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ 3 വർഷം എനിക്ക് ബാധകമല്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് എനിക്ക് ലിമിറ്റഡ് ലൈബിലിറ്റിക്ക് പോകുന്ന സംഘത്തിൽ മെമ്പറായിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ ഷെയർ വേണമെന്ന് പറഞ്ഞ് പോയി ഷെയർ പിൻവലിക്കാം. അവിടെ എന്താണ് ഈ ഒരു ക്ലോസിൽ ഈ ഒരു സാഹചര്യത്തിൽ 3 വർഷം ബാധകമല്ല. അല്ലാതെ ഞാൻ ഷെയർ എടുത്ത് 3 വർഷം കഴിഞ്ഞേ എനിക്ക് ഇവിടെ വിഡ്രോ ചെയ്യാമെന്ന് പറയുന്നില്ല. എവിടെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഷെയർ പിൻവലിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അവിടെ 3 വർഷം എന്നുള്ള ക്ലോസ് ബാധകമല്ല. സെക്ഷൻ 24 ക്ലോസ് ബാധകമല്ല. അല്ലാതെ സാധാരണ ഒരു കേസിലാണെങ്കിൽ ഈ സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ള ക്ലോസ് അല്ലേ അത് ബാധകമാണ്. അതായത് 3 വർഷം കഴിഞ്ഞേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല. ഇപ്പം 2 മാസം നോട്ടീസ് കിട്ടി, ഞാനിപ്പോൾ ഇന്നാ ഷെയർ എടുത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു 5 മാസം മുമ്പാണ് ഷെയർ എടുത്തത്. ഇപ്പം ഇന്ന് നോട്ടീസ് കിട്ടുകയാണ് സംഘത്തിന്റെ ബാധ്യത ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി. എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യാം, എന്റെ ഷെയർ പിൻവലിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇവിടെ സെക്ഷൻ 24 ബാധകമല്ല. അതായത് 3 വർഷം കഴിഞ്ഞേ ഷെയർ എടുക്കാവൂ എന്നുള്ള ക്ലോസ് ഇവിടെ ഈ ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ വരുമ്പോൾ ബാധകമല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ 2 മാസത്തിനകമായിട്ട് 2 മാസം നോട്ടീസ് കിട്ടി 2 മാസത്തിനകമായിട്ട് എന്റെ ഷെയറോ ഡെപ്പോസിറ്റോ ലോണുകളൊക്കെ ഉണ്ട്, എനിക്ക് പിൻവലിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2 മാസം ഒന്ന് ഓർത്തിരിക്കണേ. ഓക്കെ, ഇനി പറയാണ്
Any member or creditor who does not exercise his option within the period specified in subsection 2 shall be deemed to have given his assent to the change. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നോട്ടീസ് കിട്ടി. ഒരു നോട്ടീസ് കിട്ടുമ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, അവർ അസന്റ് കൊടുക്കും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സംഘത്തിന്റെ ബാധ്യത മാറ്റിക്കോട്ടെ, അല്ലെ, ഞങ്ങൾ സംഘത്തിന്റെ ബാധ്യത മാറിയാലും ഞങ്ങളിവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ചിലർ അസന്റ് തരും. ഇപ്പൊ 100, ഒരു ഉദാഹരണം ഞാൻ പറയാം, സംഘത്തിന് ടോട്ടൽ 100 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുകയാണ്, ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സംഘത്തിന്റെ ബാധ്യത ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ ഈ 100 പേർക്കും നമ്മൾ നോട്ടീസ് അയച്ചു, അല്ലെ. നിക്ഷേപകരും അതുപോലെ ഡെപ്പോസിറ്റേഴ്സ്, നിക്ഷേപകരും മെമ്പേഴ്സ് 100 പേരെന്ന് വിചാരിക്കുക. ഇതില് ഒരു 50 പേര് പറഞ്ഞ് ഓക്കെ ഡൺ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ബാധ്യത മാറ്റിയാൽ ഞങ്ങളുടെ അസന്റ് തന്നിരിക്കുന്നു, ഞങ്ങളുടെ സമ്മതം തരണം എന്നാണ് സമ്മതം ഞങ്ങൾ നൽകിയിരിക്കുന്ന സംഘത്തിന്റെ ബാധ്യത മാറ്റിക്കോളൂ, കുഴപ്പമില്ല, വർക്ക് ചെയ്ത് നോക്കോട്ടെ. ഒരു 20 പേര് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെയറുകൾ ഞങ്ങൾ ഓക്കെ അല്ല, നോട്ട് ഓക്കെ എന്ന് പറയാം, അല്ലെ, ഞങ്ങൾ ഓക്കെ അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെയറുകളും അതുപോലെ ഞങ്ങളുടെ നിക്ഷേപങ്ങളും ഞങ്ങളുടെ ലോണുകളൊക്കെ ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, 50 പേര് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞങ്ങൾ ബാധ്യത മാറ്റിയാലും കൂടെ നിൽക്കാം. 20 പേര് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ല. ഓക്കെ, ഇത് 30 പേര് ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, അവന്മാർ ഓക്കെയും പറയുന്നില്ല, നോയും പറയുന്നില്ല. അതായത് ഞങ്ങൾക്ക് താല്പര്യമാണെന്നും പറയുന്നില്ല, ഞങ്ങൾ അവരവരുടെ ഷെയർ ഒന്നും പിൻവലിക്കുന്നതുമില്ല. ഇപ്പൊ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഷെയറും നിക്ഷേപവും ലോണും പിൻവലിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ പറയും, കുഴപ്പമില്ല, ഡൺ. ഇനി ഒരു 30 പേര് ഇവന്മാർ ഒന്നുമേ മിണ്ടുന്നില്ല, ഇവന്മാർ ഓക്കെ ആണെന്നും പറയുന്നില്ല, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും പറയുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് കുറച്ച് ആൾക്കാർ ഒന്നും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മാസമായിട്ടും നോട്ടീസ് കിട്ടി 2 മാസമായിട്ടും ഒന്നുമേ മിണ്ടുന്നില്ല, ഡസ് നോട്ട് എക്സർസൈസ് ഹിസ് ഓപ്ഷൻ, ഒന്നുമേ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ, അല്ലേ, ക്ലാസ് കാണുന്ന കുറെ ആൾക്കാരെങ്കിലും ഒന്നുകിൽ പറഞ്ഞതോ അല്ലെങ്കിൽ കേട്ടതോ ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. എന്താണ്? മൗനം സമ്മതം. ശരിയല്ലേടെ? എന്താണ് ആ മൗനം സമ്മതം? നമ്മളങ്ങനെ ഒരുപാട് തവണ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഡയലോഗുകളായിരിക്കാം മൗനം സമ്മതം. അതാണ് പറയുക, 2 മാസമായിട്ടും അവന്മാരൊന്നും പറഞ്ഞില്ലെങ്കിൽ അവന്മാരുടെ മൗനം നമ്മളിതിനെ എന്താണ്, ഗീവ് അസന്റ്, അതായത് ഇവിടെ ഓക്കെ പറഞ്ഞതായിട്ട് അവന്മാര് ഓക്കെ ബാധ്യത ചേഞ്ച് ചെയ്തോളൂ, ഞങ്ങൾ കൂടെ ഞങ്ങൾ ഓക്കെ ആണ്, ഞങ്ങൾ കൂടെ ഉണ്ട്, അല്ലെ, ഞങ്ങൾക്ക് താല്പര്യമാണ്, ബാധ്യത ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, മൗനം സമ്മതമായിട്ട് കണക്കാക്കും. കുറെ ആൾക്കാർ ഓക്കെ പറയും, ഓക്കെ, ചില ആൾക്കാർ നോ പറയും, ഓക്കെ, നോ പറയുന്നവർ ഓക്കെ ശരി നിങ്ങളുടെ എല്ലാം തിരിച്ചു തന്നേക്കാം, ചില ആൾക്കാരൊന്നും പറയത്തില്ല. മൗനത്തെ നമ്മൾ സമ്മതമായിട്ട് കണക്കാക്കും. ഓക്കെ, മൗനം സമ്മതം എല്ലാവരും പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള ഡയലോഗുകളല്ലേ, ഒരുപാട് സിനിമകളിലൊക്കെ മൗനം സമ്മതം എന്ന് പറയത്തില്ല, സമ്മതം തന്നെ. ആരും ഒന്നും മിണ്ടിയില്ലെങ്കിൽ അവന്മാര് ഇതിന് ഓക്കെയാണ്, ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അർത്ഥമാക്കുക. ഇനി ഇവിടെ ഉപവകുപ്പ് 4 പറയുകയാണ്, an amendment of the bylaw of a society changing the form or extent of its liability shall not be registered or take effect until. ഇപ്പോൾ പറയാണ് എന്ന് മുതലായിരിക്കും ഇതിന് പ്രാബല്യത്തിൽ വരിക, അല്ലേ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബാധിത ഘടനയിലോ വ്യാപ്തിയിലോ ഉള്ള സംഘത്തിന്റെ ബൈലോ ഭേദഗതിക്ക് എപ്പോൾ മാത്രമാണ് അവിടെ അത് എന്താ പറയുക കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പോലാന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, the assent thereto all members and creditors has been given or deemed to have been given. അതായത് എല്ലാ അംഗങ്ങളുടെയും ഉത്തമർണ്ണന്മാരുടെയും എല്ലാ മെമ്പേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും എന്താണ് സമ്മതം കിട്ടുകയോ അല്ലെങ്കിൽ സമ്മതം കിട്ടിയതായി കരുതുകയോ ചെയ്യണം. അതായത് ചിലർ ഓക്കെ പറയും, 100 പേരില് 50 പേര് ഓക്കെ പറഞ്ഞു, ഓക്കെ 30 പേര് ഒന്നും മിണ്ടിയില്ല, അപ്പൊ അവന്മാരുടെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കും, അവര് ഓക്കെയാണ്. ഓക്കെ പറയാണ്, ഒന്നെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടണം, അല്ലെ, കിട്ടുകയോ കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ കിട്ടുകയോ ചെയ്യണം. അതായത് ചിലവർ ഓക്കെ പറഞ്ഞാൽ ചിലവർ അസന്റ് തരണം, ഒന്നും ഉണ്ടായിരുന്ന അസന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. രണ്ടാമത് പറയുന്നത് ഓൾ ക്ലെയിംസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഹു എക്സർസൈസ് ദ ഓപ്ഷൻ റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 2 വിത്തിൻ ദ പീരിയഡ് സ്പെസിഫൈഡ് therein have been met in full. രണ്ടാമത് പറയാണ് എന്താ പറയുക, ഉപവകുപ്പ് 2 വിധേയമായ നിശ്ചിത സമയത്തിനുള്ളിൽ അംഗങ്ങളുടെയും ഉത്തമർണ്ണന്മാരുടെയും അവകാശവാദങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണം. അതായത് കുറെ ആൾക്കാർ വന്ന് പറയത്തില്ല, എനിക്ക് എന്റെ ഷെയർ വേണം, എന്റെ ഡിപ്പോസിറ്റ് വേണം, എന്റെ ലോൺ പിൻവലിക്കണം, അങ്ങനെ പറയുന്നവർക്ക് അവരുടെ ബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കണം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ അതായത് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതായത് 100 പേരുണ്ടെങ്കിൽ 50 പേര് ഓക്കെ പറഞ്ഞു, 30 പേര് ഡീംഡ് ടു അസന്റ്, അതായത് അവരുടെ മൗനം സമ്മതമായിട്ട് കണക്കാക്കി. ബാക്കി 20 പേരുണ്ടല്ലോ ഇതിന് താല്പര്യമില്ലാതെ നിൽക്കുന്നവര്, അപ്പൊ അവർക്കുള്ളതെല്ലാം കൊടുത്ത് തീർക്കുകയും ചെയ്യണം. അല്ലാതെ നമുക്ക് പെൻഡിങ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. 100 പേരുണ്ടെങ്കിൽ 50 പേര് ഓക്കെ പറഞ്ഞു, ഓക്കെ 50 പേരെ നമ്മൾ സെറ്റാക്കി, 30 പേരെ നമ്മൾ ഇവരോട് കൂട്ടി, അല്ലെ 80 ബാക്കി 20 പേരുണ്ട്. പറഞ്ഞത് എന്താണ്, ഓൾ ക്ലെയിംസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ഇമാര് ക്ലെയിം വാദം ഉന്നയിച്ചു വരും. എന്താ വാദം ഉന്നയിച്ചു വരുന്നത്, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ നിക്ഷേപങ്ങൾ തരൂ, ഞങ്ങളുടെ ഷെയർ വിഡ്രോ ചെയ്യണം, ലോൺ വിഡ്രോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിൽ അപ്പൊ അവന്മാരുടെ ആ വാദങ്ങളൊക്കെ അംഗീകരിക്കുക, ക്ലെയിംസ് എല്ലാം കൊടുത്ത് തീർക്കുക.
ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് ഈ ബൈലോ അമെൻമെന്റ് എന്ത് വരികയുള്ളൂ, പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഓക്കെ, കൊടുത്തു തീർക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കണം, ഷെയർ വിഡ്രോ ചെയ്യാൻ വരുന്നവർക്ക് ഷെയർ കൊടുത്തു വിടണം, ലോൺ വിഡ്രോ ചെയ്യാൻ വരുന്നവർക്ക് അത് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡെപ്പോസിറ്റ് നിക്ഷേപം പിൻവലിക്കാൻ വരുന്നവർക്ക് അതും കൊടുക്കണം. അപ്പം എല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പം ഇത്രയേ ഉള്ളൂ എന്നത് പറയുന്നത് സെക്ഷൻ 11 അല്ലേ. സെക്ഷൻ 11 വളരെ സിമ്പിളായിട്ടങ്ങ് പഠിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചേഞ്ച് ഓഫ് ലയബിലിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സെക്ഷൻ പഠിച്ചു തീർത്തു. വളരെ വിശദമായിട്ട് പഠിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നന്നായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ചാനൽ ലൈക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, വീഡിയോസുകളൊക്കെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ഐക്കണും കൂടെ എല്ലാവരും എനേബിൾ ചെയ്തേക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് വരും. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലോ, ഓരോ ദിവസവും ഓരോ ദിവസം പഠിച്ചാൽ പോരെ. അങ്ങനെ കുറേശ്ശെ പഠിച്ച് നമ്മൾ സെറ്റായി വരും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.